സഹോദര രാജ്യമായ ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം അപലപനീയമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും സൗദി പ്രതികരിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. GCC വിപണിയെയും ആക്രമണം ബാധിച്ചിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഫ്താബ്, ഈയൊരു ഘട്ടത്തെ, ഈയൊരു സാഹചര്യത്തെ എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്? പ്രതികരണം എങ്ങനെയാണ്? ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള ഒരു ഏറ്റുമുട്ടൽ, ഇസ്രായേലിന്റെ ഏറ്റുമുട്ടൽ, അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഗൾഫ് രാഷ്ട്രങ്ങൾ നേരിട്ട് തന്നെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ നിലവിൽ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായില്ല. അതുകൊണ്ട് തന്നെ US മുഖേനയാണ് ഇസ്രായേലുമായി അവർ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയാൽ അത് എണ്ണ വിലയടക്കം, ക്രൂഡ് ഓയിലിനെ അടക്കം ബാധിക്കുമെന്ന് നേരത്തെ തന്നെ US-നെ സൗദി അറേബ്യ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് US-നെ ഉൾപ്പെടെ ഈ എണ്ണവിലയിലെ പ്രത്യാഘാതം നേരിട്ട് ബാധിക്കും. മാത്രമല്ല, ഇന്നിപ്പോൾ ഇന്ത്യയുടെ നിഫ്റ്റി ഉൾപ്പെടെ താഴുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇറാനിൽ നിന്നായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നതെങ്കിൽ പിന്നീട് ഈ ഒരു അസ്ഥിരമായ സിറ്റുവേഷൻ തുടർന്ന് അവർ ഇന്ത്യ റഷ്യയെയാണ് ആശ്രയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇറാഖിനെയും ആശ്രയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാനിൽ നിന്നും ഇറാഖിന്റെ വ്യോമപാതയിലൂടെയാണ് ഈ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം US-നെയോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെയോ ആശ്രയിക്കാതെ രാജ്യത്തിന് നിലനിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് അവർ വ്യോമപാത പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായി തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണം ഏതായാലും ഗൾഫ് രാഷ്ട്രങ്ങളെ നേരിട്ട് ബാധിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുള്ളതാണ്. ഇപ്പോഴത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെയുള്ള അപ്ഡേറ്റ് പ്രകാരം ഏതാണ്ട് $4 മുകളിലേക്ക് എണ്ണവില ഉയർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതാണ്ട് 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എണ്ണവില എത്തിയിട്ടുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണവില വർദ്ധിക്കുന്നത് ഗുണകരമായ കാര്യമാണ്. പക്ഷേ ഒരു ഭീതിയെ തുടർന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അവർക്ക് വലിയ ഭീഷണിയാണ്. പ്രത്യേകിച്ച് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ വംശഹത്യക്ക് ശേഷം തന്നെ വലിയ തോതിൽ വിപണിയെ, എണ്ണവിലയെ തന്നെ ഗുരുതരമായി ബാധിച്ച ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും GCC രാഷ്ട്രങ്ങളെ ഒന്നടങ്കം ഈ ഒരു അസ്ഥിരമായ കാലാവസ്ഥ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ഫേസ് ഓഫ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആക്രമണം എന്ന് പറയുന്നത് ഗുരുതരമായി ബാധിക്കും. വിപണിയെ അത് ബാധിക്കും, അവരുടെ കയറ്റുമതിയെയും ഇറക്കുമതിയെയും അത് ബാധിക്കും. ആ ഒരു ഭീതി ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അത് നിലവിൽ തന്നെ പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. നേരെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഗസ യുദ്ധത്തിന് ശേഷം വലിയ തോതിൽ എണ്ണവില $70 താഴേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സൗദിയുടെ ബജറ്റ് ബാലൻസ് ആകണമെങ്കിൽ പോലും ബാരലിന് ഏതാണ്ട് $76 മുതൽ $78 ലഭിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ $10 ഇതിൽ നിന്നും കുറവായാണ് ഏതാണ്ട് മാസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തരത്തിലുള്ള അസ്ഥിരമായ ഒരു സ്ഥിതി നിലനിർത്തിക്കൊണ്ടു പോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവർ അതിനുള്ള സമ്മർദ്ദം ട്രംപിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ട്രംപ് ഇന്ന് രാവിലെ മുതൽ പറയുന്നത്, ഞങ്ങൾ നേരിട്ട് ഈ ആക്രമണത്തിൽ പങ്കാളികളായിട്ടില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് ഞങ്ങൾക്ക് മേൽ ആക്രമണം ഉണ്ടാകരുത് എന്നുള്ള തരത്തിൽ US പ്രതികരിച്ചത് ഇതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളുടനീളം അറബ് മേഖലയിലെ വിവിധ മേഖലകളിൽ US-ന്റെ വ്യോമ സൈനിക താവളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം ആക്രമണം നടക്കുമോ എന്നുള്ളൊരു ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഈ ഒരു ആക്രമണം പടരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സ്ഥിതി കൈവിട്ടു പോകുന്ന ഘട്ടത്തിലേക്ക് എത്തും. അത്തരമൊരു സ്ഥിതിശേഷം US എന്തായാലും തടയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റലിജൻസ് മികവ് ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ്. കാരണം ഇറാൻ അകത്തുള്ള അവരുടെ ശാസ്ത്രജ്ഞരെയും മേധാവികളെയും കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ഇന്നത്തെ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഇറാൻ അവരുടെ രാജ്യത്ത് ചുവന്ന പതാക ഉയർത്തിയിട്ടുണ്ട്. അത് റിവെഞ്ച്, അല്ലെങ്കിൽ പ്രതികാരത്തിന്റെ അടയാളമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഏത് തോതിൽ, എത്രമാത്രം വ്യാപകമായ തോതിലാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് അവരുടെ പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. സൗദി നേരത്തെ ഇറാൻ അനുകൂലമായ രാജ്യമില്ല, എന്ന് വെച്ചാൽ ഇറാനുമായി രാഷ്ട്രീയപരമായ ഭിന്നത ഏറെയുള്ള രാജ്യമാണ്. അതേസമയം തന്നെ നേരത്തെ ഇറാനുമായുള്ള മികച്ച ബന്ധത്തിലേക്ക് ഈ രാജ്യം എത്തുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യക്കകത്തുൾപ്പെടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. എന്ന് വെച്ചാൽ തൊട്ടയൽ രാജ്യങ്ങളുമായി കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്
സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് ഇറാനുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ സൗദിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ്. ഏതായാലും ഈ ഒരു ആക്രമണം ഒപ്പം തന്നെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപകമായി പോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ സാമ്പത്തിക രംഗത്തെ അത് ഗുരുതരമായി ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സൗദിയും തൊട്ടപ്പുറത്തുള്ള കുവൈത്ത് ഉൾപ്പെടെയുള്ള ബഹ്റൈൻ ഉൾപ്പെടെ രാഷ്ട്രങ്ങളെ അത് ഗുരുതരമായി നേരിട്ട് തന്നെ ബാധിക്കും. അത് ഒഴിവാക്കാനാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപുമായി ഒപ്പം തന്നെ US ഭരണകൂടവുമായി ഈ വിഷയത്തിലുള്ള ഒരു കോർഡിനേഷൻ നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ശരി, സൗദിയിൽ നിന്ന് ആഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.